മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിൽ സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടപ്പെട്ടെന്ന് പരാതി. ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച 20 പവനോളം സ്വർണം നഷ്ടമായി എന്നാണ് പരാതി. 2023 സ്ഥലം മാറിപ്പോയ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി വിനോദ് കുമാറിനെതിരെയാണ് ആരോപണം. 2016 മുതൽ 2023 വരെയാണ് ടി വിനോദ് കുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിച്ചത്. ഈ കാലയളവിൽ കാണിക്കയായി ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടമായെന്നാണ് പരാതി. പിന്നീട് വന്ന ഓഫീസർമാർക്ക് വിനോദ് കുമാർ ക്ഷേത്രത്തിലെ ഉരുപ്പടികളുടെ കണക്കുകൾ കൈമാറിയിരുന്നില്ല. മൂന്നാമതായി എത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറിയത്. ഇക്കഴിഞ്ഞ 18-ന് വിനോദ് കുമാറിനെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുവരുത്തി ദേവസ്വം ബോർഡ് വെരിഫിക്കേഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചു. ഉരുപ്പടികൾ നഷ്ടമായതായി വ്യക്തമായി. ഇപ്പോൾ നാളെ ലാസ്റ്റ് അയാളെ പറഞ്ഞ ഡേറ്റ് നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ തുടർ നടപടിയായിട്ട് പോലീസിലേക്ക് പരാതിയായിട്ട് പോകാൻ ദേവസ്വം ബോർഡ്. ഒക്ടോബർ 3-ന് ഉരുപ്പടികൾ തിരികെ നൽകണം എന്നായിരുന്നു ടി വിനോദ് കുമാറിന് നൽകിയ നിർദ്ദേശം. എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല. നാളെ എത്തിക്കാനുള്ള നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിൽ നൽകിയത്. നാളെയും ഇത് കൈമാറിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ക്ഷേത്രം ഭാരവാഹികളുടെ തീരുമാനം. ബാലുശ്ശേരിയിൽ മാത്രമല്ല കൊയിലാണ്ടിയിലും സമാനമായ സംഭവം ഉണ്ടായെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ. പരദേവത ക്ഷേത്രത്തിൽ മാത്രമല്ല, ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, മറ്റൊരു ക്ഷേത്രത്തിൽ കൂടി സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കോട്ടയിൽ അമ്പലത്തിൽ മറ്റന്നാൾ സന്ദർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതേക്കുറിച്ച് കൃത്യമായി പ്രതികരിക്കാം. കൊയിലാണ്ടിയിലാണ്. ആരോപണ വിധേയനായ എക്സിക്യൂട്ടീവ് ഓഫീസറെ പിഷാരിഗാവ് ക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.